ഫേസ് ടു ഫേസിൽ ഇന്ന് വ്യത്യസ്തനാമൊരു ബാർബറാം സുരേഷാണ് അതിഥി. ഇദ്ദേഹം എങ്ങനെയാണ് വ്യത്യസ്തനാകുന്നതെന്നുള്ള കഥകൾ ഇനി അങ്ങോട്ട് കേൾക്കാൻ തുടങ്ങുകയാണ്. നിങ്ങളെ രസിപ്പിക്കും, നിങ്ങളെ ചിന്തിപ്പിക്കും. ഇതൊരു വ്യത്യസ്തമായ മനുഷ്യനുമായ അയാളുടെ കഥയും തന്നെയാണ്. ഞാൻ കൂടുതൽ ആമുഖമൊന്നും പറയുന്നില്ല. സുരേഷേ, നമസ്കാരം. നമസ്കാരം സാറേ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എന്താ വിശേഷം ഇരിക്കുന്നു? ഇപ്പോൾ എവിടെയാണ്? ഇപ്പം ഞാൻ കോട്ടയം തിരുനക്കര അമ്പലത്തിൻ്റെ അടുത്താണ് കട. നമ്മൾ തമ്മിലൊന്ന് കണ്ടിട്ടുണ്ട് സാറ് തിരുവല്ല സ്പൈക്കിൽ വന്ന് ഞാൻ സാറിൻ്റെ ഹെയർ ഒരു പ്രാവശ്യം. അതെ, അതൊരു ഗംഭീര അനുഭവമായിരുന്നു. സുരേഷ്, ഏത് പ്രായത്തിലാണ് ഈ തൊഴിലിലേക്ക് അങ്ങ് ഇറങ്ങുന്നത്? എനിക്കൊരു 16 വയസ്സുള്ളപ്പം ഞാൻ ഈ തൊഴിലിലേക്ക് വന്നു. സ്കൂളിൽ അപ്പം പോകണ്ടാന്ന് തീരുമാനിച്ചോ അതോ പോകുന്ന കൂടെ വന്നോ? സ്കൂളിൽ പഠിത്തം മടുപ്പായിരുന്നു. എനിക്ക് സ്കൂളിൽ പോകുന്നതിനോട് ഭയങ്കര താല്പര്യമില്ലായിരുന്നു. ഒറ്റ വിഷയത്തിന് ഞാൻ ജയിച്ചിട്ടില്ല ക്ലാസ്സിൽ. ശരി. പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്കിത് ക്ലാസ്സിൽ പോകുന്നത് തന്നെ എനിക്ക് സത്യം പറഞ്ഞ ഭയങ്കര അലർജിയാണ്. അപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് 4 മണി ആയാൽ മതി, ഉച്ചയായാലും ഈ ചോറൊന്നും ഉണ്ണാൻ വേണ്ടി എങ്ങനെയെങ്കിലും ഒന്ന് സമയം ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് ഞാൻ. എംബോസിഷനും അടി എന്നും എനിക്ക് അതേ ഉള്ളായിരുന്നു. അപ്പോൾ പിന്നെ പ്രത്യേകിച്ചായിട്ടൊന്നും പഠിച്ചുകൊണ്ടും പോകാറില്ല. ഡെയിലി ഇതുണ്ട്. അപ്പോൾ പിന്നെ ഒന്നും പഠിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അവസാനത്തെ പീരീഡ് സാറ് വന്നിട്ട്, കണക്കിൻ്റെ പീരീഡായിരുന്നു, സാറിനോട് വന്നിട്ട് ചോദ്യം ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞു. ഉടനെ എന്നോട് പറഞ്ഞു, നീ എഴുന്നേറ്റാ പുറകെ പോയി ഇരുന്നോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ കഴിഞ്ഞ 6 പീരീഡ് നിൽക്കുമായിരുന്നു പറഞ്ഞു. എന്നാൽ നീ ഇരുന്നോളാൻ പറഞ്ഞു. കാരണം ആ സാറിന് എന്നോട് പിന്നെ ഒരു സ്നേഹമുണ്ടല്ലോ എന്ന് ഞാൻ കരുതി. 9ാം ക്ലാസ് ഞാൻ തോറ്റുപോയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ഞാൻ ഇനി പോകുന്നില്ല. അങ്ങനെയാണ് ഇത് പഠനം നിർത്താൻ തന്നെ കാരണം. ഈ നിർത്തിയ ഉടനെ തന്നെ നിർത്തിയ ഉടനെ തന്നെ എൻ്റെ ചേട്ടൻ വേണു എന്ന് പറയുന്ന ചേട്ടന് മുടിവെട്ടുന്ന കടയുണ്ട്. അച്ഛനായിട്ട് മുടിവെട്ട് കടയുണ്ട്. അപ്പോൾ അച്ഛൻ 80കളിൽ മരിച്ചുപോയി. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ചേട്ടന്മാരാണ് ഈ കടകൾ നടത്തിക്കൊണ്ടിരുന്നത്. അതെവിടെയായിരുന്നത്? അത് ഇടുക്കി ജില്ലയിൽ കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ പഴയരിക്കണ്ടം കുടുക്കേക്കണ്ടം എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഈ കുടുക്കേക്കണ്ടത്തിൽ ചേട്ടൻ്റെ കൂടെ പോയി ഒരു 4 മാസം നിന്നുള്ളൂ. അപ്പം എന്നേലും പറഞ്ഞ ചേട്ടനെ ഞാനുമായിട്ട് ഒന്ന് രണ്ടിന് വഴക്ക് കൂടും. പിന്നെ ഞാൻ അതുകൊണ്ടൊരു ചേട്ടൻ കോതമംഗലത്തുണ്ടായിരുന്നു. ഞാൻ അങ്ങോട്ട് പോയി, ആ ചേട്ടൻ്റെ അടുത്തോട്ട് പോയി. അപ്പോൾ ആ ചേട്ടൻ്റെ അടുത്ത് പോയാണ് ഇന്ന് മുടിവെട്ട് ഇങ്ങനെ ഞാൻ കുറച്ചൊക്കെ പഠിച്ചു കഴിഞ്ഞ്. ഈ പഠിക്കുന്ന രീതി എങ്ങനെയാണ്? ഈ മുടിവെട്ട് പഠിക്കുന്ന രീതി, ഇപ്പം ഒരു ബാർബർ അല്ലെങ്കിൽ ഇങ്ങനെ മുടി വെട്ടുമ്പം പഠിക്കാനുള്ള ശിഷ്യനോട് പറയും, നീ പുറകെ വന്ന് നിന്നു ഇത് കണ്ടു പഠിക്കാൻ പറയും. അപ്പം നമ്മൾ ചോദിക്കുകയാണ്, ഇതെങ്ങനെ എങ്ങനെ വെട്ടണം, ഇന്ന സൈഡ് ഇന്ന രീതിയോ, അതൊക്കെ നീ ഇത് കണ്ട് നിൻ്റെ ഒരു മനോധർമ്മം പോലെ പറയണം. ഇതൊക്കെ കണ്ടല്ലേ, ഇതിനൊരു സിസ്റ്റം കാണില്ല, എവിടെ തുടങ്ങണം. അങ്ങനെയൊക്കെ നമ്മളോട് പറഞ്ഞിട്ട് ചീപ്പ് എടുത്തിട്ട് ഇങ്ങനെ പുറകിൽ നിന്ന് ഇങ്ങനെ ചീകിയിട്ട് കുറേ ഇങ്ങനെ മുറുക്കുക, എന്നിട്ട് ചീകി വെച്ച് നോക്കുക, കസ്റ്റമറോട് ചോദിക്കുക, മതിയോ എന്ന് ചോദിക്കുക, അങ്ങനെ അന്നേരം നിർത്തുക. ഇങ്ങനെയാണ് ഇവർ പഠിപ്പിച്ചത്. പക്ഷേ ഇത് ശരിയല്ല എന്ന് എൻ്റെ മനസ്സിൽ തോന്നി. ഇതൊരു ഊഹം വെച്ച് ചെയ്യുന്ന ഒരു തൊഴിലാവരുത്. ഇതിനൊരു കണക്കുണ്ടാവണമെന്ന് എൻ്റെ മനസ്സിൽ അന്നുപോയിട്ടുണ്ട്. ഞാൻ ഇതിനൊരു കണക്കും ശാസ്ത്രവും ഉണ്ടാക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് എന്നെക്കൊണ്ട് ഇത് കണ്ണ് കെട്ടിക്കൊണ്ട് ഒരാളുടെ മുടി കൃത്യമായിട്ട് വെട്ടാൻ പറ്റിയത്. ഗിന്നസ് പക്രുവിൻ്റെ മുടി മഴവിൽ മനോരമയിൽ ഞാൻ കണ്ണ് കെട്ടിക്കൊണ്ട് കൃത്യമായിട്ട് കട്ട് ചെയ്തു. അതുപോലെ 100 കണക്കിന് ആളുകളുടെ കേരളത്തിലെ ധൈര്യം ഉണ്ടായിരുന്നു. പുള്ളി അങ്ങനെ നേരത്തെ പരിചയമുണ്ടോ? ഇല്ല, പരിചയമില്ല. പുള്ളി ഇങ്ങനെ മഴവിൽ മനോരമ, അതുവരെ മനോരമയിലൊരു വാർത്ത കണ്ടു, നിങ്ങൾ കഴിവുള്ള ആളാണെങ്കിൽ മനോരമയിലേക്ക് വിളിക്കുക. അങ്ങനെ ഞങ്ങളൊരു 20 പേരെ 20 രീതി കഴിവുള്ള ആളുകളെ വിളിച്ചായിരുന്നു. അതിൽ നിന്ന് അവിടെ വെച്ചാണ് ഈ പക്രു സാറിൻ്റെ മുടി എന്നെ കൊണ്ട് ചെയ്യിച്ചത്. അതും കൃത്യമായി തന്നെ ഞാൻ കണ്ടുകൊണ്ട് എങ്ങനെ വെട്ടുന്നു അതുപോലെ തന്നെ കണ്ണ് കെട്ടിക്കൊണ്ട് വെട്ടാം. ഇതിൻ്റെ കണക്കും ശാസ്ത്രവും ഞാൻ ഉണ്ടാക്കുകയാണ് ചെയ്തത്. ആദ്യമായിട്ട് മുടി വെട്ടുമ്പോൾ ഈ നമ്മൾ ആദ്യമായിട്ടായി വെട്ടുന്നതെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നോ ഈ വെട്ടാൻ വന്നയാൾ? ഫസ്റ്റിലത്തെ മുടി വെട്ടാൻ വന്നയാൾ. ഫസ്റ്റിലത്തെ മുടി വെട്ടാൻ വന്നയാൾ അതെങ്ങനെയാണ് വെട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചേട്ടന്മാരുടെയൊക്കെ അടുത്ത് നമ്മൾ മുടിവെട്ട് കാണുവാണല്ലോ. ഇവർ ഉച്ചയ്ക്ക് ഉണ്ണാൻ പോകുന്നൊരു സമയം വരും. അപ്പോൾ ഈ വന്നിരിക്കുന്ന ആൾ ചേട്ടൻ എന്ത് എന്നൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ പറയും, ചേട്ടൻ ഉണ്ണാൻ പോയത്, അയാൾക്ക് അർജൻറ്റ് ഉണ്ടാവും, എന്നാൽ നീ മൂലം സൈഡും ഒക്കെ ഒന്ന് വെട്ടിയാൽ മതി. അങ്ങനെ പറഞ്ഞാണ് ആദ്യം ഇത് വെട്ടിക്കുന്നത്. അപ്പം അങ്ങനെ വെട്ടിയിട്ട് ചേട്ടൻ വരികയാണെങ്കിൽ ചേട്ടനെ ഒന്ന് കറക്റ്റ് ചെയ്യും. അങ്ങനെയാണ് അവരറിഞ്ഞുകൊണ്ട് തന്നെയാ ചിലരിങ്ങനെ വന്നേച്ച് കുറേ നേരം നോക്കി നിൽക്കും. അപ്പോൾ ഇവരും ഒരു 3-4 മണിയൊക്കെ ആയിട്ട് ഇവർക്ക് അർജൻറ്റും ഉണ്ടാവും. അപ്പോൾ അവർ പറയും മൂലയൊക്കെ ഒന്ന് വെട്ടിയാൽ അവിടെ പൊങ്ങി നിൽക്കുന്നതൊക്കെ ഒന്ന് വെട്ടിയാൽ മതി. അങ്ങനെയാണ് നമ്മളെ കൊണ്ട് ആദ്യം വെട്ടിക്കുന്നത്. അപ്പം നമ്മൾ ആ പൊങ്ങി നിൽക്കുന്നതൊക്കെ ഒന്ന് വെട്ടി ഇത് മതിയോ. ഈ മുടിവെട്ടൊക്കെ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളില്ലേ ഇപ്പോൾ? മുടിവെട്ട് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ പലതും ഉണ്ടെന്ന് പറഞ്ഞാൽ തന്നെ അവരും ഇപ്പോൾ ഈ രീതിയിൽ തന്നെയാണ് പഠിപ്പിക്കുന്നത്. അതിൻ്റെ ഉദാഹരണമായിട്ട് ഞാനൊരു കാര്യം പറയാം. എൻ്റെ ചേട്ടൻ ഇടുക്കി ജില്ലയിൽ കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ കഞ്ഞിക്കുഴി എന്ന് പറയുന്ന സ്ഥലത്ത് മുടി വെട്ടുന്ന കടയുണ്ട്. ചേട്ടൻ ഒരുവിധം നന്നായി മുടി വെട്ടുന്ന ആളാണ്. അപ്പോൾ ഒരു ദിവസം ചേട്ടന് തൊടുപുഴയ്ക്ക് ഒരു ആവശ്യത്തിന് ആശുപത്രി പോകണം. അപ്പോൾ ഇളയ മകന് മുടിവെട്ടൊന്നും അറിയത്തില്ല. അവനിങ്ങനെ കടയിൽ വരും, ചോറും കൊണ്ടൊക്കെ വരും, ഇങ്ങനെ കണ്ടു നിന്നിട്ടേ ഉള്ളൂ. ചേട്ടൻ പറഞ്ഞു, നീ ഞാൻ പോകുമ്പോൾ ഈ കടയൊക്കെ ഒന്ന് അടിച്ച് ഇച്ചിരി വെള്ളമൊക്കെ കൊണ്ടേ വെച്ചെല്ലാം എന്ന് വെച്ചാൽ നിനക്ക് കാപ്പ് പിടിക്കാനുള്ള കാശൊക്കെ ഞാൻ തരാമെന്ന് പറഞ്ഞു.
ചേട്ടൻ പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഇവൻ 10,000-2,000 രൂപയുടെ ജോലി ചെയ്തു. ആ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും അറിയാനില്ല. ഈ ഡ്രിമ്മർ എടുത്ത് വെച്ച് സൈഡിൽ നിന്ന് ഇവൻ പിടിക്കുന്നു, അവർ പറയുന്ന പോലെ തന്നെ കുറയ്ക്കുന്നു, നിർത്തുന്നു. ഇവന് കത്തിയെടുത്ത് ഉപയോഗിക്കാൻ അറിയത്തില്ല എന്നിട്ട് ഷേവിങ് സെറ്റ് മേടിച്ചുകൊണ്ട് വന്ന് അതുകൊണ്ട് ഇവൻ പണി നടത്തി. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് പിന്നെ ഈ പുതിയ ഡ്രിമ്മർ വന്നേ പിന്നെ ഒന്നും തന്നെ പഠിക്കാനില്ല. അതായത് ചങ്കൂറ്റം ഉണ്ടെങ്കിൽ ചങ്കൂറ്റമുണ്ട് ഉറപ്പായിട്ടും. അതല്ലേ ഈ കൊറോണ വന്ന സമയത്ത് എന്തോരോ ആളുകളാ സ്വന്തമായി മുടി വെട്ടിയത്. അത് കൊറോണയ്ക്ക് ശേഷം മുടി വെട്ടാൻ വരുന്നവരുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. ഈ ഡ്രിമ്മർ കൊണ്ട് ഇപ്പോൾ ഈ കടയിൽ ചെയ്യുന്നത് ശ്രദ്ധിച്ച ഒരാൾക്ക് സ്വന്തമായി ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇതിങ്ങനെ അനൗൺസ് ചെയ്താൽ അതൊരു പ്രശ്നമായിട്ട് വരികയില്ല. എന്താ പ്രശ്നമായിരിക്കുന്നത്? ആളുകൾ ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണത്. അങ്ങനെയാണ്. ഓക്കെ. നമ്മൾ ഈ ജോലി തുടങ്ങിയ ആദ്യ കാലത്തും ഇപ്പോഴും ഈ പണിക്കടയിൽ പറ്റിയ അബദ്ധങ്ങളുണ്ടാവില്ല ഒത്തിരി? അത്രമേ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു ജോലി ആയതുകൊണ്ട് അങ്ങനെയൊന്നും സംഭവിക്കാറില്ല. അങ്ങനെ സംഭവിച്ചിട്ടില്ല. അബദ്ധങ്ങളായിട്ട് ചെവിയൊന്നും മുറിഞ്ഞിട്ടില്ല? ഇല്ല. അങ്ങനെയൊന്നും മുറിഞ്ഞിട്ടൊന്നുമില്ല. മൂർച്ചയുള്ള ആയുധങ്ങൾ ഒരാളുടെ ശരീരത്തോട് അടുക്കുമ്പോൾ നമ്മൾ അത്ര ശ്രദ്ധിക്കണം. അത്ര ശ്രദ്ധിച്ചെങ്കിലേ. സുരേഷിൻ്റെ തല ആരാ കൈകാര്യം ചെയ്യുന്നത്? ഞാൻ ഇപ്പം നിലവിൽ എൻ്റെ ഈ മുടി ഞാനൊരു 15 ദിവസം മുമ്പ് ഞാനിത് വടിച്ച് കളഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അതിനു മുമ്പ് എൻ്റെ ഹെയർ ഞാൻ തന്നെയാണ് കട്ട് ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ ഹെയർ ഞാൻ തന്നെയാണ് കട്ട്. കാരണം ഈ ഒരു കണക്കും ശാസ്ത്രവും ഞാൻ എന്നെ കണ്ടെത്തി എന്ന് പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ചീപ്പ് എവിടെ തിരിഞ്ഞാൽ എങ്ങനെ മുടി മുറിയും, എങ്ങനെയാണ് ഇത് കറക്റ്റ് കിട്ടുന്നത്, പുറകിലൊക്കെ അങ്ങനെ കട്ട് ചെയ്ത് നമുക്കൊരു കണ്ണാടിയും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് പുറകെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്യാം. പക്ഷേ അത് തലയോട്ടിയുടെ ഘടനയും മുടിയുടെ ബലവും മയവും അതിരുകളും എല്ലാം നിശ്ചയമുള്ള ഒരാൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. ഇല്ലാത്ത ഒരാൾക്ക് അത്ര കണ്ട് അത് ചെയ്യാൻ പറ്റില്ല. കുറേയൊക്കെ കട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതേ ഉള്ളൂ. സുരേഷ് ഈ വേദിയിലേക്ക് വരാൻ കാരണം സുരേഷ് മുടിവെട്ട് മാത്രം ചെയ്യുന്ന ഒരാളല്ല, ഒരു സകലകലാവല്ലഭനാണ് എൻ്റെ ഒരു അറിവിൽ. നമ്മൾ പണ്ട് എനിക്ക് തോന്നുന്നു 8-10 വർഷം മുമ്പാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അന്ന് തന്നെ സുരേഷും വ്യത്യസ്തമായ പല മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിലാണ് ഞാൻ പരിചയപ്പെടുന്നത്. സുരേഷ് ഇപ്പോൾ ഈ സ്ഥാപനം നടത്തുന്നത് മാത്രമല്ലാതെ വേറെ എന്തൊക്കെ പണി ചെയ്യുന്നുണ്ട്? വേറെ ഞാൻ ചെയ്യുന്നത്, ഞാൻ 2002 വെൺമണിയിൽ നിന്ന് ഞാൻ പിന്നെ കോട്ടയത്തേക്ക് വരുന്നത്. ഒരു നാടകവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ വരുന്നത്. ഞാനൊരു നാടകം എഴുതിയത് ആർട്ടിസ്റ്റ് സുജാതൻ സാറാണ് സംവിധാനം ചെയ്തത്. അതിൽ പിന്നെ പ്രധാന വേഷവും ഞാൻ ചെയ്യുന്നതായിരുന്നു. സുഹൃതക്ഷയം എന്നായിരുന്നു നാടകത്തിൻ്റെ പേര്. മലയാളം കമ്മ്യൂണിക്കേഷൻ ഞാനൊരു സമിതി തുടങ്ങി. അങ്ങനെയാണോ കോട്ടയത്തേക്ക്? അങ്ങനെയാണ് ഞാൻ കോട്ടയത്തേക്ക് വരുന്നത്. സാറുമായിട്ടുള്ള ഒരു സൗഹൃദത്തിലാണ്. സാറുമായിട്ട് വരുന്ന സമയത്ത് ഞങ്ങൾ സാറിനെ ഈ നാടകം ഞങ്ങളുടെ അവിടെ ഒന്ന് പഠിപ്പിച്ചിട്ട് വന്ന വഴിക്കും പിന്നെ ഞങ്ങൾ ഈ ബ്ലാത്തിക്കവല എന്ന് പറയുന്ന സ്ഥലത്ത് ബസ് കയറാനായിട്ട് ഞാനും സാറും കൂടെ വന്ന് നിൽക്കുക. അത് പിന്നെ നമ്മുടെ വണ്ണപ്പുറത്തിനും വെൺമണിക്കും ഇടയ്ക്കാണ്. അവിടെ നിന്ന് ട്രിപ്പ് ജീപ്പുണ്ട് വണ്ണപ്പുറത്തേക്ക്. അപ്പോൾ ഈ വണ്ടി കയറാനായിട്ട് വന്ന് നിന്നപ്പോൾ 1 ലൈറ്റ് എന്ന് പറയുന്ന ഒരാൾ വന്ന്, സാറിനെ അറിയില്ല, മുടിയും താടിയും നീട്ടി ഒരാൾ നിൽക്കുന്നു. അയാളിങ്ങനെ ആരെ കണ്ടാലും പരിചയപ്പെടും. അയാൾ വന്ന് ചോദിച്ചു, എവിടെയാ, കണ്ടിട്ടില്ലല്ലോ എവിടെയെങ്കിലും എന്ന് പറഞ്ഞു. ഉടനെ സുജാതൻ സാറ് പറഞ്ഞു, കോട്ടയത്ത്. എന്താ ജോലി? ഉടനെ പറഞ്ഞു, നാടകത്തിന് കട്ടം വരയ്ക്കുക. അതുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? കഴിഞ്ഞു പോകാം. ഉടനെ പുള്ളി പറഞ്ഞു, അല്ലേ ആർട്ടിസ്റ്റ് സുജാതൻ്റെ കൂട്ടമൊക്കെ ആയിരിക്കണം. സാറിനെ കണ്ടടിച്ച് കാണിച്ചു. ഞാൻ ഇന്നാൾ മുള്ളിരിങ്ങാട് വെച്ചൊരു നാടകം കണ്ടു. അതിൻ്റെ അത് 2ാം നിലയിൽ ഒരാൾ ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. പിന്നെ അത് ഗംഭീരമായിരിക്കും. അല്ല ഇതും കൊണ്ടൊന്നും നടന്നിട്ടൊരു കാര്യമില്ലെന്ന് പറഞ്ഞു. സാർ എന്നിട്ട് ഇത് ഭാഷാഭൂഷണി മാസികയ്ക്ക് സുരേഷും ഞാനും കൂടെ ഇങ്ങനെ പ്ലാത്തിക്കോല എന്ന സാറ് തന്നെ ഭാഷാഭൂഷണിയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നാടകക്കാരനായിട്ടാണ് കോട്ടയത്തേക്ക് വരുന്നത്? കോട്ടയത്തേക്ക് നാടകക്കാരനായിട്ട് വരുന്നത്. നാടകത്തിൽ അഭിനയിക്കുന്നുണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. അതിലെ പ്രധാന വേഷം ഞാനായിരുന്നു ചെയ്തത്. ഇവിടെ വന്നു കഴിഞ്ഞു അഭിനയിച്ചു. എത്ര നാടകം ഉണ്ടായിരുന്നു? നാടകം 6-7 നാടകങ്ങളിൽ വേഷം ചെയ്തിട്ടുണ്ട്. ഇവിടെ കോട്ടയത്ത് വന്നു കഴിഞ്ഞു ചെയ്തു. സുജാതൻ സാറിൻ്റെ കൂടെ NN പിള്ള സാറ് എഴുതിയ നാടകം കണക്ക് ചെമ്പകരാമൻ എന്ന നാടകത്തിൻ്റെ അകത്തൊരു കടലക്കാരൻ്റെ വേഷം ചെയ്തു. അപ്പോൾ ഇതിനിടയ്ക്ക് ഈ മുടി വെട്ടാനൊക്കെ പോവുകയും ചെയ്യും? മുടി വെട്ടാൻ പോവുകയും ചെയ്യും. കലാരംഗത്ത് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, ഇതല്ല നാടകമല്ലാതെ. സാംബശിവനെ അനുകരിച്ചുകൊണ്ട് ഈ അടുത്ത കാലത്ത് കഥ പറഞ്ഞായിരുന്നു. 3-4 വേദികളിൽ കഥാപ്രസംഗം നടത്തി. സാംബശിവൻ്റെ കവിതകൾ എഴുതാറുണ്ട്. പിന്നെ 2004 CPIയുടെ സംസ്ഥാന സമ്മേളനത്തിൽ ഞാൻ എഴുതിയ കവിതയ്ക്കായിരുന്നു സമ്മാനം കിട്ടിയത്. കലാകാരൻ എന്ന നിലയിലാണോ അതോ മുടിവെട്ടിലെ വൈദഗ്ധ്യം കൊണ്ടാണോ? ധാരാളം സെലിബ്രിറ്റികൾ സുരേഷിൻ്റെ കസ്റ്റമേഴ്സ് ആയിരുന്നല്ലോ. അതെ. അതാരൊക്കെയായിരുന്നു പ്രധാനമായിട്ടും അതിനകത്ത്? പ്രധാനമായിട്ടുണ്ടായിരുന്നു ഗാനഗന്ധർവൻ KJ യേശുദാസ്, പിന്നെ കാനൻ രാജേന്ദ്ര സാർ ഉണ്ടായിരുന്നു, CPIയുടെ സ്റ്റേറ്റ് സെക്രട്ടറി. MA ബേബി സാർ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മഹാരാജാവിൻ്റെ ഹെയർ ഞാനാണ് 40 മാർത്താണ്ഡ മഹാരാജാവിൻ്റെ 40 വർഷം കൂടി ഞാനാണ് മഹാരാജാവിൻ്റെ ഹെയർ ആദ്യമായിട്ട് കട്ട് ചെയ്യുന്നത്. 40 വർഷവും മഹാരാജാവ് തന്നെയായിരുന്നു മുടി വെട്ടിക്കൊണ്ടിരുന്നത്. ആയിക്കോട്ടെ, അത് ശരി, അതൊരു പുതിയ അറിവാണ്. അതെ.
അപ്പോൾ എന്താ പുള്ളി പേടിച്ചിട്ടാണോ? അല്ല, പുള്ളി ഇങ്ങനെ സ്വന്തം പുള്ളിയുടെ ജീവിത എളിമ കൊണ്ടും ഒക്കെ ആയിട്ട് പുള്ളി അപ്പോഴാണ് സെക്രട്ടറി പ്രസാദ് വർമ്മ തമ്പുരാൻ ഞാനുമായിട്ട് സുഹൃത്തായിരുന്നു. അപ്പോൾ പറഞ്ഞു ഇങ്ങനെ യേശുദാസിൻ്റെ ഒക്കെ മുടി വെട്ടുന്ന ഒരാളുണ്ട് സുരേഷ് എന്ന് പറഞ്ഞ്. അന്നേ ഒരു പ്രാവശ്യം എൻ്റെ കട്ട് ചെയ്യിക്കണം. അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത് മഹാരാജാവിന് മുടി വെട്ടാൻ തന്നെ ഇവിടെ ഒരു റൂമുണ്ട്. അപ്പം ഇതിന് ചില ആചാരങ്ങളുണ്ടെന്ന് അന്നാണ് മനസ്സിലായത്. എന്തൊക്കെയാണ് ആചാരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുതിയ മുണ്ടും പുതിയ കത്രികയും കൊണ്ടുവരണം. അപ്പോൾ ആ മുറി അവർ ഈ കൂടെയുള്ള ഒരു മുറിയെല്ലാം കഴുകി മഹാരാജാവിനോട് 3 പ്രാവശ്യം ചോദിക്കണം അവിടുത്തെ മുടി മുറിച്ചോട്ടെ, അവിടുത്തെ മുടി മുറിച്ചോട്ടെ എന്ന് 3 പ്രാവശ്യം ചോദിക്കണം. അപ്പോൾ മഹാരാജാവ് മുറിച്ചുകൊള്ളുക എന്ന് പറയും. അപ്പോഴാണ് നമ്മൾ മുറിക്കുക. ഇത് വാർത്തയായോ? വാർത്തയായി. 40 കൊല്ലം കൂടി മുടി വെട്ടുന്ന വലിയ വാർത്തയായിരുന്നു. അതുപോലെ മഹാരാജാവ് നാട് നീങ്ങിയ സമയത്തും ഇത് വാർത്തയായിരുന്നു. ശരി. പിന്നെ ആരൊക്കെയായിരുന്നു? പിന്നെ ഉണ്ടായിരുന്നത് ഉമ്മൻചാണ്ടി സാറിൻ്റെ ഉമ്മൻചാണ്ടി സാർ മുടി വെട്ടുമായിരുന്നോ? ഉമ്മൻചാണ്ടി സാറിൻ്റെ മുടി വെട്ടാൻ പോകുന്നതാണ് ഒരു രസം. അതായത് സാറ് 5 മിനിറ്റ് സമയം തരുള്ളൂ മുടി വെട്ടാൻ. അല്ലെ, ഞാൻ കേട്ടിട്ടുള്ള പുള്ളി തന്നെയോ അല്ലെങ്കിൽ പുള്ളിയുടെ ഭാര്യയൊക്കെയാണ് വെട്ടി കൊടുക്കുന്നതെന്നാ. ഇല്ല, ഇടയ്ക്ക് സാർ ഇങ്ങനെ അത്യാവശ്യം വരുമ്പോഴൊക്കെ വിളിച്ചു. ഞാനൊരു 3-4 പ്രാവശ്യം പോയി വെട്ടിയിട്ടുണ്ട്. അത് പുതുപ്പള്ളിയിലുള്ള ഒരു തോമാച്ചായൻ എന്ന് പറയുന്ന ഒരാളാണ് എന്നെ സാറിനെ മുടി വെട്ടാൻ കൊണ്ടുവന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ സാറ് പറയും ഭാര്യയും മോനും ഒക്കെ നിർബന്ധിക്കുന്നതുകൊണ്ടാണ് എന്നെ കൊണ്ട് വെട്ടിക്കുന്നത്. ഉടനെ സാർ പറഞ്ഞു ഞാൻ 5 മിനിറ്റേ തരുള്ളൂ, 5 മിനിറ്റ് സമയത്തിനുള്ളിൽ വെട്ടി തീർന്നാൽ ഒരു ദിവസം 5 മിനിറ്റ് എന്നുള്ള കടം സാറ് മുണ്ടെല്ലാം എടുത്ത് കളഞ്ഞു. എന്നിട്ട് മീശയൊന്നും വെട്ടിയില്ല. ആ ചേച്ചിയും മോനോട് പുറകെ വന്ന് ഓടിച്ചെന്ന് ചേച്ചി കുഞ്ഞുഞ്ഞ ഇത് ഇവിടെ ഒന്ന് വെട്ടി പുള്ളി തിരുവല്ലായിൽ നിന്ന് വന്നതല്ലേ, ഞാനൊരു ശകലം സമയം കൂടെ തരാം എന്ന് പറഞ്ഞ് അങ്ങനെ സാറ് മാത്രമാണ്. കാരണം ഒന്നാം കാണാൻ ആളതുപോലെ നിൽക്കുകയാണ് സാറിന്. അതുപോലെ തന്നെ ഉമ്മൻചാണ്ടി സാറിൻ്റെ മുടി വെട്ടിക്കഴിഞ്ഞപ്പം സാർ എന്നോട് ചോദിച്ചു ഭക്ഷണം വല്ലതും കഴിച്ചോ? കാരണം ഞാൻ പറഞ്ഞു ഭക്ഷണമൊന്നും കഴിച്ചില്ല. എന്നാൽ നമുക്ക് ഒന്നിച്ച് ഭക്ഷണം കഴിക്കാം, മുഖ്യമന്ത്രിയുടെ വീടല്ലേ. അപ്പോൾ തീൻമേശ ഒരു വലിയ ഇറച്ചിക്കടയും മീൻകടയൊക്കെ പ്രതീക്ഷിച്ചാണ് ഞാൻ ചെല്ലുന്നത്. മേശപ്പുറത്ത് കൈവെക്കാൻ പറ്റിയില്ല, മടി വെക്കാം എന്നൊക്കെ കരുതി ഞാൻ ചെന്നിരുന്നപ്പം കഞ്ഞിയും വാഴപ്പിണ്ടി അച്ചാറും ചെറുപയർ തോരനും ഉണ്ടായിരുന്നു. അപ്പോൾ സാർ എന്നിട്ട് ഈ കഞ്ഞി കുടിക്കാൻ അടുത്തിരുന്നിട്ട് ഈ അച്ചാർ ശകലം എടുത്ത് ഈ കഞ്ഞിവെള്ളത്തിൻ്റെ അകത്തുനിന്ന് തിരുമിയിട്ട് ആ പയറും കൂടി ഒഴിച്ചൊന്ന് കുടിച്ചു നോക്കിക്കുക സാറ് അങ്ങനെ പറഞ്ഞ് കഴിക്കുക. അപ്പോൾ അത് കഴിഞ്ഞപ്പം ഉമ്മൻചാണ്ടി സാറിൻ്റെ ചേച്ചി ഈ 2 ബ്രെഡും ഉണ്ട് എൻ്റെയും ഉമ്മൻചാണ്ടി സാറിനെ പാത്രത്തിൽ കൊണ്ടുവച്ചു. എന്നിട്ട് ചേച്ചി പറയാം ഉച്ചക്കത്തെ മീൻ്റെ കറിയുടെ ചാറ ഉച്ചയ്ക്ക് തിരക്കുണ്ടായിരുന്നുകൊണ്ട് കഷ്ണമൊക്കെ തീർന്നുപോയി. അപ്പോൾ ഉമ്മൻചാണ്ടി സാറ് പറയാം ചാറെന്ന് പറഞ്ഞാൽ മീൻ്റെ സത്ത. ഉടനെ ചേച്ചി പറയാം ഇനി അങ്ങനെ പറയുക നിവർത്തിയുള്ളൂ. ഞാൻ ചിന്തിച്ചത് എന്താണെന്നറിയോ, ഞാൻ കലക്ടറുടെ റോളൊന്നുമല്ല, മുടിവെട്ടാൻ ചെന്ന ആളാണ്. അപ്പോൾ അയാളെ ഇരുത്തി ഒപ്പം ഭക്ഷണം തരിക. അപ്പോൾ എന്തൊരു എളിമയാണ് ആ സാറിൻ്റെ. അത് മാത്രമല്ല ഒരു മുഖ്യമന്ത്രിയുടെ വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റാർ ഹോട്ടൽ മുഴുവനെ അങ്ങ് വരും. ഇതുണ്ടായിരുന്ന കഞ്ഞിയും വാഴപ്പിണ്ടി അച്ചാറും അത് ഉച്ചക്കത്തെ നമ്മുടെ അമ്മാവൻ്റെ ഒക്കെ വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മായി പറയും എടാ ഇന്നലത്തെ മീൻ്റെ കറിയുടെ ചാറ ഇച്ചിരി എടുത്തുകൊണ്ട് വരട്ടെ. അത്ര വേണ്ടപ്പെട്ട ഒരു സ്വന്തക്കാരും ഒക്കെ ഈ തലേദിവസം മീൻ്റെ കറിയുടെ അല്ലെ ചാറും ഒക്കെ എടുത്തുകൊണ്ട് വരുള്ളൂ. എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി ശരിക്കും പറഞ്ഞു. ഈ സമയത്തൊന്നും സാർ അന്താരാഷ്ട്ര കാര്യങ്ങളല്ല ചോദിച്ചത്. സാർ നിങ്ങൾ എവിടെ എന്താ കറി വെക്കുന്നത് ചേച്ചി, എന്താ വീട്ടിലെ വിശേഷങ്ങൾ, പിള്ളേർ പഠിക്കുന്നത് എന്താണ്, ഇതെല്ലാം ചോദിച്ചു കഴിഞ്ഞ് സാർ എന്നോട് ചോദിച്ചു എങ്ങനെയാണ് പോകുന്നത്. ഞാൻ പറഞ്ഞു എനിക്ക് വണ്ടിയൊന്നുമില്ല, ഇദ്ദേഹത്തെ KSRTC കൊണ്ടേ വിട്. ഇതേപോലെ വേറെ ഒത്തിരി ആളുകളുടെ മുടി വെട്ടിയിട്ടില്ലേ? ഉണ്ട്. ക്രിസോസ്റ്റം തിരുമേനി. ക്രിസോസ്റ്റം തിരുമേനിയുടെ മുടി വെട്ടുമല്ല ചെയ്തത്. അതായത് ക്രിസോസ്റ്റം തിരുമേനിക്ക് 100 വയസ്സ് തികഞ്ഞപ്പം ബ്ലെസ്സി അദ്ദേഹത്തെക്കുറിച്ച് 48 മണിക്കൂറുള്ളൊരു ഡോക്യുമെൻ്ററി ചെയ്തു. അതിൽ ഒന്നാമതെടുത്തയാൾ നരേന്ദ്രമോദിയാണ്, രണ്ടാമത് സച്ചിൻ ടെണ്ടുൽക്കർ, സീതാറാം യെച്ചൂരി, D. രാജ, തമിഴ്നാട്ടിലേക്ക് വരുമ്പോൾ രജനീകാന്ത്, കമലഹാസൻ, കേരളത്തിലെ മമ്മൂട്ടി, മോഹൻലാൽ, അമൃതാനന്ദമയി, യേശുദാസ്, അങ്ങനെ മുടിവെട്ടിൻ്റെ രംഗത്തുനിന്ന് എന്തോ ഭാഗ്യം കൊണ്ടും എന്നെയാണ്. അല്ല മുടി വെട്ടിയിട്ടുണ്ടോ ശരിക്കും? വെട്ടിയിട്ടില്ല, പക്ഷേ ഇൻ്റർവ്യൂലോട്ട് ഓരോ രംഗത്തുള്ളവരെ എടുത്തത്. ശരി. പിന്നെ ആരാ അറിയുന്ന ആളുകൾ? പിന്നെ KM മാണി സാറിൻ്റെ ചെയ്തിട്ടുണ്ട്, PJ ജോസഫ് സാറിൻ്റെ, പിന്നെ മോൻസ് ജോസഫ് സാറ്, ജോസ് കെ മാണി, അതുപോലെ 50ഓളം MLA തിരുവനന്തപുരത്ത് MLA ഹോസ്റ്റലിൽ ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് അങ്ങോട്ട് പോകുമോ? ഈ കൊറോണയ്ക്ക് മുമ്പ് നിയമസഭ നടക്കുമ്പോൾ ഞാൻ അങ്ങ് പോകും. അപ്പം അതിന് പ്രത്യേകിച്ച് കടയൊന്നും വേണ്ട, അവരുടെ ഓരോരുത്തരുടെ മുറികളിൽ ഒരാൾ കട്ട് ചെയ്ത് കണ്ടു കഴിയുമ്പോൾ ഭയങ്കര ഡിഫറൻസ് ഉണ്ട് ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ. അതുപോലെ അങ്ങനെ കട്ട് ചെയ്ത് കണ്ടു കഴിയുമ്പോൾ ഇവരെന്നെ വിളിച്ച് അങ്ങനെ അവിടെ തന്നെ നിൽക്കാമെന്നൊക്കെയാണ് ഞാൻ പ്ലാൻ ചെയ്തത്. പക്ഷേ ഇതൊക്കെ ഈ ആൾക്കാർ കേൾക്കുമ്പോഴേ ഇത് പകുതി തള്ളാണെന്ന് ആളുകൾക്ക് തോന്നിയല്ലേ? അങ്ങനെ സുരേഷിനെ എനിക്കറിയാവുന്നതുകൊണ്ടറിയാം. പക്ഷേ ഇതെങ്ങനെയാണ് ഈ എല്ലാ MLA മാരും നമ്മുടെ ആരാധകരായി മാറുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഈ 50 MLA മുടി വെട്ടിയപ്പോഴും അവരൊരു അനുഭവം എന്നോട് പറഞ്ഞത്, എന്തായാലും അവരുടെ ഒരു നിയോജകമണ്ഡലം ഉണ്ടല്ലോ അവർ വരുന്നത്, ആ നിയോജകമണ്ഡലത്തിൽ ഈ പ്രായത്തിൻ്റെ ആരെക്കൊണ്ടും മുടി വെട്ടിച്ച് ഇത്ര ഭംഗി ഉണ്ടായിട്ടില്ലെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഈ ഇട തന്നെ ഇലക്ഷൻ്റെ സമയത്ത്
വെഞ്ഞാറമൂട് നിന്നും പിന്നെ DK മുരളി MLA മുടി വെട്ടാനായി തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്ഥാനാർത്ഥികളായി നിൽക്കുന്ന പലരും പല സ്ഥലങ്ങളിൽ നിന്ന് മുടി വെട്ടാനായിട്ട് കോട്ടയത്ത് വന്ന് ഹെയർ കട്ട് ചെയ്യും. പിന്നെ ഒരു ദിവസം തന്നെ ഇപ്പോൾ യാത്ര ചെയ്ത് വെൺമണിയിൽ നിന്ന് മുടി വെട്ടാൻ വരുന്ന ആളുകളുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ മുടി വെട്ടാൻ വേണ്ടി തന്നെയാണോ വരുന്നത്, അതോ സുരേഷിന്റെ കഥ കേൾക്കാനാണോ വരുന്നത്? ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് കവിതകൾ പറയും, കഥകൾ പറയും, മിമിക്രി പറയും. അതൊന്നുമല്ല, മുടിവെട്ട് തന്നെയാണ് അവരുടെ പ്രാധാന്യം. ഈ സാധാരണ ഈ രാഷ്ട്രീയക്കാർ, സെലിബ്രിറ്റികൾ ഇവരൊക്കെ വന്ന് മുടി വെട്ടി പോകുന്നു. പക്ഷേ അവർ പിന്നീട് സ്ഥിരമായിട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ടോ? ഉണ്ട്. ഇവരെല്ലാം 20 വർഷം 25 വർഷമൊക്കെ. അതെ, ഇപ്പോൾ ദാസേട്ടൻ്റെ തന്നെ 13 വർഷമല്ലേ മുടി വെട്ടി. ദാസേട്ടനുമായിട്ട് പരിചയപ്പെടുന്നത് എങ്ങനെയാണ്? ദാസേട്ടനുമായിട്ട് പരിചയപ്പെടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഈ ലീൻ തോമ്പിയ സാറ് എന്നെ കൊണ്ടാണ് മുടി വെട്ടിച്ചുകൊണ്ടിരുന്നത്. 2007 കാലഘട്ടത്തിൽ. അത് ഈ തിരുനക്കര അമ്പലത്തിൻ്റെ അടുത്താണ്, യൂണിയൻ ക്ലബിൻ്റെ അടുത്ത്. അപ്പോൾ ഈ ലീൻ സാർ എൻ്റെ അടുത്ത് മുടി വെട്ടാനായിട്ട് വരുമ്പോൾ തന്നെ എനിക്ക് ലീൻ സാറിനോട് ഭയങ്കര ആരാധന ഉണ്ട് എല്ലാവരും. കാരണം യേശുദാസിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണെന്ന് ലീൻ സാർ പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, ദാസേട്ടനെ കുറിച്ച് ഏറ്റവും കൂടുതൽ ഫോട്ടോ എടുത്തേക്കുന്ന ആൾ ലീൻ സാറാണ്. അപ്പം ഞാൻ ഈ മുടി വെട്ടുന്നതിൻ്റെ ഇടയ്ക്ക് ഈ ലീൻ സാറിനോട് എപ്പോഴും ദാസേട്ടൻ്റെ കഥ ഇങ്ങനെ ചോദിക്കും. ദാസേട്ടൻ്റെ കഥ ചോദിച്ച് കഴിഞ്ഞേച്ച് ഞാൻ ഒരു ദിവസം ചോദിച്ചു, ലീൻ സാറേ, ഈ ദാസേട്ടനെ എന്നെ ഒന്ന് പരിചയപ്പെടുത്താവോ? എന്തിനാന്ന് ചോദിച്ചു. ഞാൻ ഈ മുടി വെട്ടിന് പിന്നെ ദാസേട്ടൻ സുരേഷ് പറയുമ്പം മുടി വെട്ടാനായിട്ടിരിക്കുന്ന ആളല്ലേ. ഈ ലീൻ സാറിന് ഉള്ളിൽ സ്നേഹം ഉണ്ടെങ്കിലും പുറത്ത് കാണിക്കാതെ കലിപ്പിക്കുന്ന ഒരാളാണ് ഈ ലീൻ സാറ്. അപ്പം ഞാൻ ഒരു ദിവസം ലീൻ സാറ് വന്നപ്പോൾ ഞാൻ പറയും, ലീൻ സാർ, ഈ ദാസേട്ടനെ എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് പരിചയപ്പെടുത്തും, ഞാൻ ഒരു പ്രാവശ്യം മുടിയൊന്ന് വെട്ടട്ടെ എൻ്റെ സുരേഷെ. അങ്ങനെ ദാസേട്ടനെ സുരേഷ് പറയുന്ന പോലെ ഓടിച്ചെന്ന സമ്മതിക്കുന്ന ഒരാളാണെന്നാണ് സുരേഷ് കരുതിയേക്കുന്നത്. നമ്മളെല്ലാം ഓടിച്ചെന്ന ദാസേട്ടനെ ഒന്ന് കാണാൻ വേണ്ടി തന്നെ എന്തോരോ ആളുകളാണ് ഇത് നിൽക്കുന്നത്. ദാസേട്ടൻ അതുപോലുള്ള അതുപോലെ അങ്ങനെയൊന്നും ദാസേട്ടനോട് പറയാൻ പറ്റുന്ന കാര്യമല്ല. എനിക്കൊന്ന് ചോദിക്കാൻ്റെ അവസരം ഉണ്ടാക്കി തരുമോ? അതൊന്നും പറ്റും. ഞാൻ ഈ ദാസേട്ടൻ്റെ ഒരു പരാതി കൊടുക്കുമെന്ന് പറഞ്ഞ്, ഞാൻ ഈ ദാസേട്ടൻ്റെ ഒരു കേസ് കൊടുക്കും. എന്നാ പറഞ്ഞ് കേസ് കൊടുക്കും? ലീൻ സാർ ചോദിച്ചു. എൻ്റെ സ്ഥലത്തിൻ്റെ അതിര് കയറിയെന്ന് പറഞ്ഞ് കോടതി കേസ് കൊടുക്കും. കോടതി വരാതിരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. സുരേഷ് എന്നെ ഈ പറയുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞ് ഞാൻ കേസ് കൊടുക്കും. കോടതി വരും, ജഡ്ജിയുടെ മുമ്പ് വെച്ച് പറയും, പൊന്നെ ഏമാനെ, എൻ്റെ അതിരും കയറിയിട്ടൊന്നുമില്ല, എനിക്ക് ഈ ദാസേട്ടനോടൊരു കാര്യം പറയാനാ, ഇങ്ങനെയല്ലാതെ എനിക്ക് എവിടെയാണ് കിട്ടുന്നത്. ഉടനെ ലീൻ സാർ ഇരുന്ന് ഭയങ്കരമായിട്ട് ചിരിച്ചു. അത് കഴിഞ്ഞ് ദാസേട്ടൻ ആറന്മുള വള്ളംകളി ഉദ്ഘാടനം ചെയ്യാൻ തിരുവല്ലയിലെ ഞാൻ ജോലി ചെയ്യുന്ന ആ ക്ലബ് 7 എന്ന് പറയുന്നതിൻ്റെ അകത്ത് സ്പൈക്ക് എന്ന് പറയുന്ന പാർലറാണ്. അതിൻ്റെ താഴേക്കൂടെ പോയപ്പോൾ ലീൻ സാർ കാറേ ഇത് ചിരിച്ചിട്ട് പറഞ്ഞു, ദാസേട്ടൻ ഒരു വീരതൻ ഇങ്ങനെ പറഞ്ഞു, ദാസേട്ടൻ്റെ പേരിൽ കേസ് കൊടുക്കും, ഇങ്ങനെ ഒന്ന് കണ്ടു. ദാസേട്ടന് കാറേരുന്ന് തിരിച്ചു വന്നോ പറഞ്ഞു, നമുക്ക് ആ വീരതനെ ഒന്ന് കണ്ടേച്ച് പോകാമെന്ന് പറഞ്ഞു. ദാസേട്ടൻ അങ്ങനെ മനസ്സിൽ തോന്നി. പക്ഷേ ഈ ലീൻ സാർ ഭയങ്കര തമാശക്ക് സുരേഷ് ദാസേട്ടനെ കണ്ട അപ്സെറ്റ് ആവും. ആ ഒരു പടം എനിക്ക് എടുക്കണം, അതുകൊണ്ട് ഈ സുരേഷിനോട് ഇപ്പോൾ ഈ വിവരം പറയണ്ട. ഹോട്ടലിൽ വിളിച്ചു, മുറി എടുത്തിട്ട് പറഞ്ഞു, അവിടെ ദാസേട്ടൻ ഇരിക്കുക. ആ റിസപ്ഷനിലെ കൊച്ചിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതിൻ്റെ അകത്ത് വന്നേക്കുന്ന ആൾ ആരാന്ന് പറയരുത്, സുരേഷിനോട് അവിടെ ഒരാളിരിപ്പുണ്ട്, ഒന്ന് വിളിക്കാൻ പറഞ്ഞു. സത്യത്തിൽ കൊച്ചും ദാസേട്ടനെ കാണുന്നില്ല, അവർ ലിഫ്റ്റ് വഴിയാണ് കയറി പോയത്. അപ്പം ആ റിസപ്ഷനിൽ നിന്നൊരു ഫോൺ വന്നു, നിങ്ങളെ അന്വേഷിച്ച് 101 ഒരാളിനുണ്ട്, അവിടെ നിന്ന് ചെല്ല്. ഈ ക്ലബ് 7 ഒരു ഹോട്ടലും കൂടെ, ആ ഹോട്ടലും കൂടെ, സ്റ്റാർ ഹോട്ടലും കൂടെ. അപ്പം ഞാൻ ചെന്നു. ഞാൻ കതവ് തുറന്ന് കയറി കഴിഞ്ഞപ്പം ദാസേട്ടൻ ഇങ്ങനെ ഇരിക്കുക. ഉടനെ ദാസേട്ടൻ ചോദിച്ചാൽ, അറിയുമോ, കണ്ടിട്ടുണ്ടോ, എന്താ പേരെൻ്റെ? അപ്പോൾ എൻ്റെ തലേന്ന് ഈ പേര് പോയി. എനിക്ക് കാര്യം ദാസേട്ടനെ കണ്ടിട്ട് പാട്ട് കേട്ടിട്ടുണ്ട്. എന്നാൽ എൻ്റെ പേര് പറയാൻ എന്നെ അറിയുമെങ്കിൽ ഞാൻ പെട്ടെന്ന് തന്നെ അതെങ്ങനെ സംഭവിക്കുന്നത് എനിക്കറിയത്തില്ല, ഓഫായിപ്പോയി, പേര് പോയി. അപ്പോൾ ഈ സമയത്തൊക്കെ ലീൻ സാർ എൻ്റെ പടം എടുത്തോണ്ടിരിക്കുക. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് വിളി വീണു. ഞാൻ പറഞ്ഞു, ദാസേട്ടനല്ലേ? അതെ. ഇത് പഠിച്ചിട്ടുണ്ടാവല്ലോ അടിസ്ഥാനമായിട്ട്? ഞാൻ പറഞ്ഞു, ഒന്നും പഠിച്ചിട്ടില്ലാതെ എൻ്റെ മുടി എങ്ങനെ വെട്ടും? എനിക്കിത് മുടി വെട്ടി വൃത്തികേടായി കഴിഞ്ഞാൽ എനിക്ക് പുറത്തിറങ്ങി നടക്കണ്ടേ? ഞാൻ പറഞ്ഞു, അങ്ങനെയല്ലേ ദാസേട്ടൻ, ഞാൻ എങ്ങനെയാണ് ഇപ്പോൾ പറഞ്ഞു തരിക എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എന്തായാലും ദാസേട്ടൻ്റെ ഈ ചെയ്തിരിക്കുന്ന മുടി ഇതിൽ ഒരുപാട് ഭംഗിയാക്കാൻ എന്നെ കൊണ്ട് കഴിയും. ഞാൻ അതിൻ്റെ കണക്കും ശാസ്ത്രമൊക്കെ ഉണ്ടാക്കി ഇപ്പം ചെയ്യാൻ പറ്റുമോ? പിന്നെ എന്ത് ഇപ്പം ചെയ്യാമല്ലോ, എന്നാൽ ഇപ്പോൾ വരട്ടെ എന്ന് ചോദിച്ച് ദാസേട്ടൻ പറഞ്ഞു. ഇറങ്ങി വന്ന് കടയിൽ വന്നപ്പോൾ എൻ്റെ ചങ്കിടിക്കുക. കടയിലേക്ക് അങ്ങ് വന്നു. മുടി വെട്ടാനായിട്ട് ദാസേട്ടനെ കസാരയെ കയറ്റി ഇരുതി കഴിഞ്ഞപ്പോൾ പ്രഭചേച്ചിയുടെ മുഖത്ത് ആകെ ഒരു പ്രഭചേച്ചിയും കൂടെ ഉണ്ട്. പ്രഭചേച്ചിയുടെ മുഖത്ത് ആകെ ഒരു ആശങ്ക. പ്രഭചേച്ചി അടുത്ത് വന്നിട്ട് പറഞ്ഞു, സുരേഷ് ഇവിടെ ഇങ്ങനെ ഇരിക്കണം, ഈ സൈഡ് ഇങ്ങനെ ഇരിക്കണം, ദാസേട്ടന് പുറത്ത് പോകേണ്ടതാണ്. ദാസേട്ടൻ ഒന്നും പറ്റില്ല, ദാസേട്ടനെ ചിരിക്കുന്നേ ഉള്ളൂ. ദാസേട്ടന് കച്ചേരിയൊക്കെ പാടാൻ പോകേണ്ടതാ. ഇതാകെ പിന്നെ ലീൻ ഇങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ അകത്ത് ഇപ്പോഴും ഒരു പേടിയുണ്ട് കേട്ടോ. ഇത് വെട്ടിയിട്ട് പിന്നെ
ഇതാകെ അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ ഇത് അപ്പം ഞാൻ പിന്നെ ദാസേട്ടൻ്റെ ഒരു സൈഡിലെ മീശ അങ്ങ് വെട്ടി കാണിക്കുക. പക്ഷേ വെട്ടി കാണിക്കുമ്പോൾ എൻ്റെ കൈ വിറയ്ക്കുന്നുണ്ട്. കാരണം ഇരിക്കുന്ന ആളാരാ, എൻ്റെ ഉള്ളിൽ ഒരു ഈശ്വരൻ ദൈവം ഇരിക്കുന്ന പോലെയാണ്. ഞാൻ അത്ര ഇതാണ്, ശരീരത്ത് പോലും മുട്ടാതെ പോയിട്ട് ആ രീതിയിലാണ് കത്രിക എവിടെയും അങ്ങനെയൊക്കെ. അതേപോലെ ഞാൻ പേടിച്ച ഓരോ രോമം എടുത്ത് ഞാൻ വെട്ടിയിട്ട് ഈ രണ്ട് മീശകൾ തമ്മിൽ കാണിച്ചപ്പോൾ ദാസേട്ടൻ ചെറുതായിട്ടൊന്ന് ചിരിച്ചു. കാരണം ഈ മീശകൾ തമ്മിൽ വെട്ടിക്കഴിഞ്ഞാൽ ഏജ് മാറും. അപ്പം ഞാൻ എന്നാ ചെയ്തു, സാധാരണ ആളുകൾ വെട്ടുന്നതിലും വ്യത്യസ്തമായിട്ട് ഞാൻ ഈ താടിയുടെ ഓരോ പോർഷനുകൾ ഇങ്ങനെ വെട്ടിയാണ് വരുന്നത്. ഇവിടം വെട്ടി ഇങ്ങനെ വന്നപ്പോൾ ഇത് തമ്മിലുള്ള അന്തരം ദാസേട്ടന് ശരിക്ക്, അല്ലാണ്ട് ചുമ്മാ ഇങ്ങനെ കോരിയിട്ട് ഇങ്ങനെ വെട്ടുമല്ല. ഇതിനൊരു സ്കെയിൽ ഉണ്ടാക്കിയിട്ട് ആ സ്കെയിലിൽ ആദ്യം എടുത്ത് മുറിച്ച് അങ്ങനെയാണ് ഞാനിത് വരുന്നത്. അതുമല്ല, സാധാരണ ആര് വെട്ടുമ്പോഴും താടിയും മുടിയുള്ള ആളുടെ മുടി ആദ്യം വെട്ടുന്നത്. ഞാൻ കണ്ടിരിക്കുന്ന ബാർബർ ഷോപ്പുകളിലും എല്ലാം ഞാൻ നേരെ തിരിച്ച് ആദ്യം താടിയാണ് വെട്ടുന്നത്. ഇതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ബാർബർ അവകാശപ്പെടുന്നുണ്ട് മുഖത്തിൻ്റെ ഷേപ്പ് അനുസരിച്ചാണ് എല്ലാ ബാർബറും മുടി വെട്ടുന്നത്. അങ്ങനെയാണ് ആദ്യം മുഖം ക്ലിയർ ആക്കിയിട്ട് വേണം മുടി വെട്ടാൻ. താടി രോമം വെട്ടി കണ്ടു കഴിഞ്ഞപ്പോൾ ദാസേട്ടൻ, ചേച്ചിക്കും ഭയങ്കര സന്തോഷമായി. ദാസേട്ടൻ്റെ മുഖം ഒരു ഏജൊക്കെ കുറഞ്ഞു, ആ മുഖം നല്ല ഭംഗിയായി, ഒരു തേജസ്സായി. അപ്പോൾ തന്നെ ചേച്ചിയുടെ മുഖത്തും ഞാനപ്പോൾ ശ്രദ്ധിച്ചു, ദാസേട്ടൻ്റെയും ചേച്ചീൻ്റെ മുഖത്ത് രണ്ടുപേരുടെയും മുഖത്ത് നല്ല തെളിച്ചം വന്നു. ലീൻ സാർ ഈ സമയത്ത് വിവിധ രീതിയിലുള്ള ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കും. അല്ല, മുടി വെട്ടിയില്ലേ? ബാക്കി മുടി വെട്ടി ദാസേട്ടന് ഭംഗിയായി. ഓക്കെ. യഥാർത്ഥ ഹെയർ കട്ട് എന്ന് പറഞ്ഞാൽ യഥാർത്ഥ മേക്കപ്പാണ്. യഥാർത്ഥ മേക്കപ്പ് ചെയ്താൽ തോന്നരുത്, മുടി വെട്ടിയെന്ന് തോന്നരുത് ഒരാൾക്ക്. ഇപ്പോൾ ഒരു പൂവ് എടുത്തിട്ട് ആ പൂവിൻ്റെ യതള് നമ്മൾ കത്രിക്ക് ഇങ്ങനെ വെട്ടിയാൽ പിന്നെ പൂവില്ല. ഓരോ യതളും എടുത്തിട്ട് ആ യതളിൻ്റെ രൂപം മാറാതെ നമ്മൾ ചെയ്താൽ ആ പൂ റെഡ്യൂസ് ചെയ്തോല്ലോ വരും. അതാണ് യഥാർത്ഥ ഹെയർ കട്ട്. അപ്പോൾ അതിൻ്റെ രൂപം മാറാതെ ചെയ്ത് ദാസേട്ടന് വളരെ ഇഷ്ടമായി. ദാസേട്ടനും പറഞ്ഞ്, എൻ്റെ ദാസേട്ടൻ അവിടെ വെച്ചൊരു വാക്ക് പറഞ്ഞത്, എനിക്ക് എൻ്റെ മുടി പലരും വെട്ടിയിട്ടുണ്ട്, ഇത്രയും ഭംഗിയായി ആദ്യമായിട്ടാണ്. അത് കഴിഞ്ഞ് ദാസേട്ടനെയും കൂട്ടി ഞങ്ങൾ കടയുടെ ഫ്രണ്ടിലെ ഡോറ് തുറക്കാൻ വന്നപ്പോഴാണ് അത്ഭുതം കാണുന്നത്. ജനസമുദ്രമാണ്. ദാസേട്ടൻ ഇവിടെ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് സെക്യൂരിറ്റികൾ വരാതെ അവിടെ ഡോറ് പോലും തുറക്കാൻ വരാതായി. തിരുവല്ലക്കാർ മുഴുവനും ഉണ്ട്. പിന്നെ ഒരു വിധത്തിലാണ് ഈ ഡോറ് തുറന്ന് ദാസേട്ടൻ പുറത്തിറങ്ങിയത്. അത് കഴിഞ്ഞ് ഞാൻ എന്താണ് ദാസേട്ടൻ കാറയിരുന്ന് പറഞ്ഞതെന്ന് എനിക്കൊന്നും അറിയണമല്ലോ. നേരം വെളുത്ത്, അപ്പോൾ അന്ന് രാത്രി ഉറങ്ങാൻ പറ്റിയില്ലെന്ന് പറഞ്ഞാൽ സന്തോഷം കൊണ്ട് ഉറങ്ങാൻ പറ്റിയില്ല. കാരണം എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല, ഞാൻ ദാസേട്ടൻ്റെ തന്നെയാണോ മുടി വെട്ടിയെന്ന് എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. കഴിഞ്ഞ് ലീൻ സാറിനെ ഞാൻ വെളുപ്പിനെ വിളിക്കും. ഈ ലീൻ സാറെ വിളിച്ചു, ലീൻ സാറെ കാറയിരുന്ന് ദാസേട്ടൻ വല്ലതും പറഞ്ഞായിരുന്നു? എൻ്റെ സുരേഷ്, ദാസേട്ടൻ പറഞ്ഞു എന്നാന്നറിയാവോ, ഇനി തന്നെ കൊണ്ടേ വെട്ടിക്കുന്നുള്ളെന്ന്. പുള്ളി ഇങ്ങനെ ഈ ടോൺ മാറ്റി കൊണ്ടുവന്നേച്ചൊരു പറച്ചിലുണ്ട് പുള്ളി. അപ്പം സുരേഷിന് ഇനി എന്ന് ചെല്ലാൻ പറ്റും. അത് കഴിഞ്ഞു മദ്രാസിൽ പോകാൻ ചെല്ലാൻ പറ്റും, മദ്രാസിൽ പോകാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞൊരു അടുത്ത പ്രാവശ്യം 30 ദിവസം കഴിഞ്ഞപ്പം എന്നെ ഗോകുലം ഹോട്ടലിലേക്ക് വിളിക്കുക, എറണാകുളം ഗോകുലം ഹോട്ടലിൽ വിളിച്ചു. അപ്പോൾ ദാസേട്ടനുമായിട്ട് ഇച്ചിരി പരിചയമായല്ലോ, കഴിഞ്ഞ പ്രാവശ്യത്തിൽ ഒരു പരിചയമായി. അപ്പം ചെല്ലും, ദാസേട്ടൻ തന്നെ ഒപ്പ് വരുത്തി ഭക്ഷണം തരും. അങ്ങനെ അപ്രാവശ്യവും മുടിയെല്ലാം വെട്ടി. ദാസേട്ടൻ ഒരുപാട് സന്തോഷമായി. ദാസേട്ടൻ വെള്ള ഡ്രസ്സാണല്ലോ ധരിക്കുന്നത്. ഒരു വെള്ള മുണ്ടുമൊക്കെ എടുത്ത് തലയിൽ എണ്ണയൊക്കെ വെച്ച് കുളിക്കാനായിട്ട് ബാത്റൂമിലോട്ട് കയറിയപ്പോഴാണ് ഞാൻ ദാസേട്ടനോട് ചോദിക്കുകയാണ്, ദാസേട്ടാ, മൈക്കും മ്യൂസിക്കും ഒന്നുമില്ലാതെ ദാസേട്ടൻ്റെ അടുത്തുനിന്നൊരു പാട്ട് എനിക്ക് കേൾക്കാൻ പറ്റുമെന്ന്. ഉടനെ ദാസേട്ടൻ ചോദിച്ചു, ഏത് പാട്ടാണ്? ഞാൻ പറഞ്ഞു, നക്ഷത്ര ദൈവങ്ങൾ തിളങ്ങി. ദാസേട്ടൻ ആ പാട്ട് എൻ്റെ മുമ്പിൽ നിന്ന് മുഴുവനും പാടുകയാണ്. എനിക്കൊരാൾക്ക് വേണ്ടിയിട്ട് ദാസേട്ടൻ പാടുകയാണ്. ഈ കേരളത്തിൽ പാടുന്ന പാട്ടുകാരിലുള്ള ആരെങ്കിലും ഒരാളിനോട് മുടിവെട്ടാൻ ചെല്ലുന്ന ഒരു ബാർബർ ഒരു പാട്ട് പാടാമെന്ന് ചോദിച്ചാൽ അത് പാടുമെന്നൊരു ലൈൻ പാടുമെന്ന് സംശയം. പക്ഷേ ഈ അടുത്ത കാലത്ത് ഒക്കെ ഈ സോഷ്യൽ മീഡിയയിലും ഒക്കെ നമ്മൾ കാണുന്നത്, ദാസേട്ടൻ ആരോ സെൽഫി എടുക്കാൻ ചെന്നപ്പോൾ അത് നിഷേധിച്ചു എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും ആക്ഷേപിക്കുന്ന അദ്ദേഹത്തെ അറിയാത്ത നിരവധി ആളുകൾ ഉണ്ടല്ലോ. അതൊക്കെ കാണാറുണ്ടോ സുരേഷ്? ഉണ്ട്. അത് കാണുമ്പോൾ സുരേഷിന് എന്താ തോന്നുന്നത്? അത് സുരേഷിൻ്റെ അനുഭവം വെച്ചിട്ട് അവർ ദാസേട്ടനെ മനസ്സിലാക്കാൻ പറ്റിയില്ലെന്ന് മാത്രമേ ഉള്ളൂ. ദാസേട്ടൻ്റെ ജീവിതത്തിൽ എവിടെ തിരിഞ്ഞാലും സെൽഫിയാണ്. അർജൻറ്റായിട്ടുള്ളവരിലോട്ട് പോയാലും അവിടുന്ന് ഇറങ്ങി വരുന്നവൻ അന്നേരം മൊബൈലുമായിട്ട് ദാസേട്ട എന്ന് പറഞ്ഞുകൊണ്ട് ദാസേട്ടൻ്റെ പുറകെ കൂടും. ജീവിതത്തിൽ എങ്ങോട്ട് ദാസേട്ടൻ തിരിഞ്ഞാലും അവിടെ എല്ലാം സെൽഫി ആയിട്ടിരിക്കുക. കാലത്തോട്ട് വൈകുന്നവരാകുമ്പോൾ ഒരു മനുഷ്യൻ മടുത്തു പോകില്ല. ഒരു മനുഷ്യന് എപ്പോഴെങ്കിലുമൊക്കെ ടെൻഷൻ ഉണ്ടാവും. എപ്പോഴെങ്കിലുമൊക്കെ ടെൻഷൻ ഇല്ലാത്തൊരു മനുഷ്യൻ ലോകത്ത് കാണില്ല. ആ ടെൻഷൻ നിൽക്കുന്ന സമയത്തായിരിക്കും ഈ മനുഷ്യൻ സെൽഫി എടുക്കുമ്പോൾ സമ്മതിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല, ഒരു ജീവിതം മുഴുവൻ പാട്ടിന് വേണ്ടി മാറ്റിവെക്കുകയും ഇത്രയും തലമുറകളെ
പാട്ടുപാടി രസിപ്പിച്ച് അവരുടെ സംഘർഷങ്ങളിലും ദുഃഖത്തിലും സന്തോഷത്തിലും ഒക്കെ അവൻ്റെ കൂടെ നിന്ന ഒരു ശബ്ദമാണത്. അതെ അതെ, മലയാളിയുടെ പഴയ തലമുറകളുടെ ഒരാഹ്ലാദത്തിൻ്റെ, ആനന്ദത്തിൻ്റെ, ആശ്വാസത്തിൻ്റെ ശബ്ദമാണ് യേശുദാസ്. അല്ലേ? അത് കേൾക്കാതെ ഒരു ഗ്രാമം ഉണർന്നിട്ടില്ല, ഉറങ്ങിയിട്ടുമില്ല. ഇല്ല. അതിനാണ് അദ്ദേഹത്തിന് വില കൊടുക്കേണ്ടത്. അത് ഒരു ദിവസം രാവിലെ അദ്ദേഹത്തിന് കിട്ടിയ, വെറുതെ കിട്ടിയ ഒരു സൗജന്യമായി കിട്ടിയതല്ല. 10-25-30 വർഷം കഠിനാധ്വാനം ചെയ്ത് സാധകം ചെയ്ത് ഉണ്ടാക്കിയെടുത്ത സംഗീതത്തിൻ്റെ ഒരു ചരിത്രം അദ്ദേഹത്തിനുള്ള, അല്ലേ? അത് തിരിച്ചറിയാതെ ആളുകൾ വിമർശിക്കുന്ന കാണുമ്പം എനിക്കും തോന്നാറുണ്ട്. എനിക്കും ഭയങ്കരമായിട്ട് വേദനയായിപ്പോയി. വേറെ ആരാ സെലിബ്രിറ്റികൾ നമ്മുടെ കസ്റ്റമേഴ്സ്? ജയസൂര്യയുടെ മുടി വെട്ടാനായിട്ട് ഞാൻ ചെന്നു. ഉടനെ പുള്ളി പറഞ്ഞു, ഇവിടെ ഈ സൈഡ് ഇങ്ങനെ ഇരിക്കണം, ഇവിടെ ഇങ്ങനെ ഇരിക്കണം, ഈ ഭാഗം ഇങ്ങനെ ഇരിക്കണം. ഞാൻ പറഞ്ഞു, സാറേ ഈ പറഞ്ഞ മുഴുവൻ മുടി വെട്ടില്ല, മണ്ടത്തരങ്ങളാണ്. പുള്ളിയും വിട്ടില്ല. പുള്ളി പറഞ്ഞു, ഞാൻ ഈ മണ്ടത്തരം കാണിച്ചേ മലയാള സിനിമയും ഇതുവരെ നിന്നത്, ഇത് ചേട്ടന് ചെയ്യാമെങ്കിൽ അങ്ങ് ചെയ്താൽ മതി. ഒരു 5-6 മാസം എന്നെ പുള്ളി വിളിച്ചില്ല. അത് കഴിഞ്ഞപ്പം പുള്ളിയുടെ ഫോൺ കോൾ വന്നു. കാനൻ രാജേന്ദ്ര സാറിൻ്റെ ഞാൻ 20 വർഷത്തോളം മുടി വെട്ടി. അമൃത ഹോസ്പിറ്റലിൽ സാറ് ഒരു കാല് മുറിച്ച് കിടക്കുകയാണ്. പുറത്ത് ചെന്നപ്പോൾ സന്ദീപ് ഇരിപ്പുണ്ട്. മോൻ എന്നോട് പറഞ്ഞു, സുരേഷ് ചേട്ടൻ മുടി വെട്ടാൻ അകത്ത് കയറുമ്പോൾ അച്ഛനെ എന്നതേലും പറഞ്ഞ് ചിരിപ്പിക്കണം. സുരേഷ് ചേട്ടന് കോമഡിയൊക്കെ അറിയാവുന്ന ആളാണല്ലോ. ബ്ലസ്സി എങ്ങനെയാണ് വിളിക്കുന്നത്? ബ്ലസ്സി എന്നെ മുടി വെട്ടാൻ വിളിക്കുന്നു. പറയാം, സുരേഷാണോ ഇപ്പം അങ്ങോട്ട് വന്ന മുടി വെട്ടാൻ സമയം കിട്ടുമോ? അപ്പം ഞാനിത് വന്ന് എൻ്റെ നാട്ടിൽ പറഞ്ഞിട്ട് ആരും വിശ്വസിക്കുകയില്ല. നിങ്ങൾ ആരുടെ കാര്യം ഈ പറയുന്നത്? യേശുദാസിൻ്റെ കാര്യമല്ല. ഞങ്ങൾ യേശുദാസ് സാറിനെ അറിയാത്ത ആളുകളല്ല. മദ്രാസിൽ നിന്ന് ഫ്ലൈറ്റ് എടുത്ത് എറണാകുളത്ത് വന്ന് കാറെടുത്ത് നിങ്ങളുടെ ഇടുക്കി വന്ന് ഈ അച്ഛനെ ഇത് ചെയ്യും. നിങ്ങൾ മുടി വെട്ടിയിട്ടുണ്ടായിരിക്കുക, അതിന് പൈസ തന്നിട്ടുണ്ടാവും. ഈ കൊച്ചിൻ്റെ അമ്മയും അപ്പനും ആത്മഹത്യയോ ചെയ്തത് എനിക്ക് കേട്ടപ്പോൾ തന്നെ എനിക്കൊരു സഹതാപമൊക്കെ തോന്നി. ഉടനെ എന്നോട് എടുത്ത വായിക്ക് ചോദിച്ചു, എന്നാ ജോലി? ഞാൻ പറഞ്ഞു, മുടി വെട്ടാം. ഈ കൊച്ചിൻ്റെ മുടി ഒന്ന് വെട്ടാവോ ഇപ്പോൾ?